നമസ്കാരം. ഞാൻ പ്രസന്നകുമാർ. ഇന്ന് ജ്യോതിഷ വിധി പ്രകാരം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർക്ക് ഈ വർഷം 2025 നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതോടൊപ്പം തന്നെ ആ നാളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ശുഭാശുഭ കാര്യങ്ങളെന്ന് ഒന്ന് വിചിന്തനം ചെയ്യുകയാണ്. തികച്ചും ഗോചരഫലവുമായി ബന്ധപ്പെട്ട് ചന്ദ്രഗണനയനുസരിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അപ്പം ഞാൻ ഈ പറയുന്ന സംഭവങ്ങളിൽ ചില ആൾക്കാരൊക്കെങ്കിലും അവിടെ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ടാവാം. കാരണം ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ്, ഗ്രഹനിലയിൽ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായും നമുക്ക് ജ്യോതിഷം ഫലം പറയുക. അങ്ങനെ ഗ്രഹസ്ഥിതി അല്ലാതെ നമ്മൾ ഈ പറയുന്നത് കൊണ്ട് തീർച്ചയായും അതിനകത്ത് പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ പലർക്കും പല രീതിയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ കാർത്തിക നക്ഷത്രവുമായി ബന്ധപ്പെട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ 2025 ഫലങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇടവം രാശി, മേടം ഇടവം രാശിയിലാണ് കാർത്തിക നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. കാർത്തിക ആദ്യത്തെ 15 നാഴിക എന്ന് പറയുന്നത് മേടം രാശിയിലാണ്. ബാക്കി 45 നാഴിക ഇടവം രാശിയിലാണ്. അപ്പം ഞാനിവിടെ ഇടവം രാശിയിലെ കാർത്തികയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇടവം രാശിയിലെ കാർത്തിക മുക്കാൽ ഭാഗമാണ്. 45 നാഴിക കാർത്തിക ഇടവം രാശിയിലാണ്. അപ്പോൾ ഇടവൻ രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവായിട്ട് അവർക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമ്മൾ മുൻകൂട്ടി ഒരു വിശകലനം ചെയ്യുകയാണ്. അത് ഗ്രഹങ്ങളുടെ ഗോചരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കാർത്തിക നക്ഷത്രക്കാരെ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ സൗന്ദര്യമുള്ളവരും സൗമ്യമായ പെരുമാറ്റമുള്ളവരും സംഭാഷണപ്രിയരും ദൃഢനിശ്ചയമുള്ളവരുമാണ് ഈ കാർത്തിക നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ഇവര് സത്യം പറഞ്ഞാൽ ഈ അയ്യോ പാവം എന്ന് പറയുന്ന ആൾക്ക് ആരെയും ദ്രോഹിക്കണമെന്നൊന്നുമില്ല. വളരെ സൗമനസ്യമായിട്ട് വളരെ സ്നേഹമായിട്ട് വിശ്വാസയോഗ്യതയോടുകൂടി പെരുമാറാൻ കഴിയുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞിരിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർ. ഇവർ വളരെ സെൻസിറ്റീവാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുക, അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഫീലിങ്സ് ഉണ്ടാവുക, ഇതൊക്കെ ഇവരുടെ പ്രത്യേകതകളാണ്. എന്നാൽ ചെയ്യുന്ന ജോലികളോട് വളരെ ആത്മാർത്ഥതയും അതുപോലെ തന്നെ രോഷപ്രകടനങ്ങൾ പെട്ടെന്ന് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന സ്വഭാവക്കാർ ഇവര്. അലങ്കാരത്തിൽ വളരെ താല്പര്യമാണ്. അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ വളരെ താല്പര്യമുള്ളവരാണ്. പുരാണങ്ങളിലൊക്കെ അല്പം അറിവ് സമ്പാദിക്കാൻ താല്പര്യമുള്ളവരാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഈ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഇങ്ങനെ സഹായിക്കുമെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നമുക്ക് തിരിച്ചു കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് അവരെ ചിലപ്പോഴൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം. മാത്രവുമല്ല, ചെറുപ്രായത്തിലേ തന്നെ ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഈ നാളുകാരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും നിർബന്ധിതരാവും എന്നുള്ളത് സത്യമാണ്. കുടുംബത്തോട് വളരെ സ്നേഹം കാണിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അമ്മയിൽ നിന്നുള്ള സ്നേഹം അച്ഛനേക്കാൾ കൂടുതൽ കിട്ടുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. വളരെ ചെറുതിലേ തന്നെ വിവാഹം നടക്കാനും അതുപോലെ തന്നെ നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടാനും ഇവർക്ക് സാധ്യത കൂടുതലാണ്. പങ്കാളിയുമായി ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ് ദൃഢമായ ഒരു വിവാഹ ദാമ്പത്യ ബന്ധമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കുള്ളത്. അതുകൊണ്ട് ആ രീതിയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ ഐശ്വര്യവും അതുപോലെ തന്നെ സമാധാനവും ലഭിക്കുന്നതാണ്. പക്ഷേ എല്ലായ്പ്പോഴും ഇവരെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പ്രശ്നം ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. എപ്പോഴും അങ്ങനെ ഒന്നുണ്ടായിക്കൊണ്ടിരിക്കും. അത് അവരുടെ മനസ്സിന്റെ ശുദ്ധത കൊണ്ടോ അല്ലെങ്കിൽ സ്വാത്വികമായ പ്രവൃത്തി കൊണ്ടുമാണ് അങ്ങനെ വരുന്നത്. കാരണം ക്രൂര മനോഭാവമുള്ളവർക്കൊന്നും ഏശത്തില്ല, അതൊരു വലിയ സംഭവമാവത്തില്ല. അപ്പം അങ്ങനെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ ഇവരെ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. പ്രധാനമായും ശിരോരോഗങ്ങൾ, അതുപോലെ തന്നെ അലർജി, ശ്വാസ സംബന്ധമായ ചില പ്രശ്നങ്ങൾ. അപ്പം അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായി ഇവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. മിക്കവാറും എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ എങ്കിലും ഇവർ തികഞ്ഞ ഈശ്വര വിശ്വാസികളും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള താല്പര്യമുള്ളവരും നല്ല മനോഭാവമുള്ളവരായാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരുപാട് തിക്തഫലങ്ങൾ അനുഭവിച്ചിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഈ 2025. കാരണം 2025 മാർച്ച് 29 ശനി എന്ന് പറയുന്നത് മീനൻ രാശിയിലേക്ക് മാറിയിരിക്കുകയാണ്. മീനൻ രാശി എന്ന് പറഞ്ഞാൽ
ഇടവൻ രാശിക്കാരുടെ 11ാം ഭാവത്തിലേക്കാണ്. അത് ലാഭസ്ഥാനമാണ്. അത് നമുക്ക് പിന്നെ പറയാം. പക്ഷേ കഴിഞ്ഞ 2.5 വർഷക്കാലം കണ്ടകശനിയായിരുന്നു. നമുക്കറിയാം, കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് പറയുന്നത് പോലെ ഒരു മനുഷ്യജന്മത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ച 2.5 വർഷമാണ് കഴിഞ്ഞ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കണ്ടകശനിയെ സംബന്ധിച്ചിടത്തോളം ഏഴരശനിയോ അല്ലെങ്കിൽ അഷ്ടമശനിയേക്കാൾ വലുതാണ് കണ്ടകശനി എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. നമ്മൾ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ നമുക്ക് അനുകൂലമല്ല എങ്കിൽ തീർച്ചയായും ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ട ഒരു സന്ദർഭമാണ് ഈ കണ്ടകശനി എന്ന് പറയുന്നത്. കഴിഞ്ഞ 2.5 വർഷക്കാലം നമ്മൾ ജീവിതം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അവരുടെ ജീവിതമൊക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും അവർക്ക് ജീവിതത്തിൽ ദുരന്തങ്ങളുടെ ഒരു കൂത്തരങ്ങ് തന്നെയായിരുന്നു. താമസിക്കുന്ന വീട് മാറി താമസിക്കേണ്ടി വരിക, സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോവുക, കൊടുത്തവരൊന്നും തിരിച്ച് തരാതിരിക്കുന്ന സന്ദർഭം ഉണ്ടാവുക, അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാൽ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പോലും തെറ്റായി വ്യാഖ്യാനിച്ച് നമ്മളെ പഴിക്കുക, അതോടൊപ്പം തന്നെ ഒരുപാട് അപവാദങ്ങൾ നമുക്കുണ്ടാവുക, അതേപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള വിഷമങ്ങൾ ഉണ്ടാവുക, അങ്ങനെ കുടുംബത്തിൽ അല്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട ഒരു സന്ദർഭമായിരുന്നു ഈ കഴിഞ്ഞ 2.5 വർഷക്കാലം എന്ന് പറയുന്നത്. ഈ സമയത്ത് കുറേ കടബാധ്യതകളും വന്നിട്ടുണ്ടാവണം. അപ്പം അങ്ങനെയൊക്കെ ദുരന്തങ്ങൾ ഒരുപാട് അനുഭവിച്ച് ദുരന്തങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങിയ ഒരു 2.5 വർഷക്കാലമാണ് കണ്ടകശനി സമയത്ത് ഈ കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം. അത് ഇടവൻ രാശിയിൽ ജനിച്ച കാർത്തികക്കാർക്കാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ ഈ 2.5 വർഷം കഴിഞ്ഞു. ഈ മാർച്ച് 29 ആയപ്പോഴത്തേക്ക് ശനി മാറി ലാഭസ്ഥാനത്തേക്ക് വന്നു. അതേപോലെ തന്നെ വ്യാഴം 2ലേക്ക് ധനസ്ഥാനത്തേക്ക് വന്നു. അപ്പം ഇങ്ങനെ ഗ്രഹങ്ങളെല്ലാം, പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം നല്ല സ്ഥലത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഇനി നമുക്ക് അങ്ങോട്ട് ഉയർച്ച ഉണ്ടാവും എന്നാണ് നമ്മളെല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത്. കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഗുണാധിക്യം ഏറെയുള്ള ഒരു കാലഘട്ടമാണ് ഈ വരുന്ന ഒരു വർഷം. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും, അതിന് സംശയമില്ല. പക്ഷേ ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് അവിടെ ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗുരു എന്ന് പറയുന്നത് 2ാം സ്ഥാനമാണ്. ഈ 2ാം സ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, അത് വിദ്യ, വാക്ക്, കുടുംബം, ധനസ്ഥിതി, അതോടൊപ്പം തന്നെ കുടുംബത്തിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ, ധനസ്ഥിതി, ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു സ്ഥാനത്തേക്കാണ് വ്യാഴം നിൽക്കുന്നത്, 2ൽ നിൽക്കുന്നത്. മറ്റ് ഗ്രഹങ്ങളെ കൊണ്ടൊന്നും ഇവർക്ക് വലിയ ദോഷങ്ങളൊന്നുമില്ല. പൊതുവേ നല്ല ക്ലീനായിട്ടുള്ള ഒരു ഗ്രഹനിലയിൽ നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ പോലും വ്യാഴമെന്ന് പറയുന്നത് വളരെ നല്ലതുപോലെ അനുഗ്രഹിക്കേണ്ട വ്യാഴം ചെന്ന് നിൽക്കുന്നത് ശത്രുവിൻ്റെ രാശിയിലാണ്. മിഥുനം രാശി എന്ന് പറയുന്നത് ബുധൻ്റെ രാശിയാണ്. അപ്പോൾ ബുധനും വ്യാഴവും എന്ന് പറയുന്ന ശത്രുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാഴത്തിൽ നിന്ന് കിട്ടേണ്ട എല്ലാ ഗുണങ്ങളും പൂർണ്ണ അർത്ഥത്തിൽ 100% നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല കാർത്തിക നക്ഷത്രക്കാരൊക്കെ. അതിന് ചില തടസ്സങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ബുധരാശിയിലാണ് അത് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അത് ബുധൻ എന്ന് പറയുന്നത് ശത്രു രാശിയാണ്. ശത്രുരാശി എന്ന് പറഞ്ഞാൽ ശത്രുഗ്രഹങ്ങൾ സംയോജിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അതിനകത്ത് ചില പ്രശ്നങ്ങളും ചില തടസ്സങ്ങളും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ നമുക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് വ്യാഴത്തിന്റെ പൂർണ്ണമായ ഗുണം നമുക്ക് അനുഭവിക്കുന്നതിൽ ഒരല്പം കുറവുണ്ടായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞ് നമുക്ക് വേറെ ബുദ്ധിമുട്ട് പൊളിവായിട്ടുണ്ടാകുമെന്നല്ല അതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞു നമുക്ക് തീർച്ചയായും അടുത്തത് വരുന്നതെന്ന് പറയുന്നത് ശനിയുടെ നിൽപ്പാണ്. ശനി എന്ന് പറയുന്നത് ലാഭസ്ഥാനമായ 11ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ശനിയുടെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ശനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിട്ട് നമുക്ക് പോയത് നഷ്ടപ്പെട്ടതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില അനുഗ്രഹങ്ങൾ ശനി നമ്മളിൽ ചൊരിയും. അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ വ്യാഴത്തിന് ഈ ബുധൻ്റെ ഒരു രാശിയല്ലായിരുന്നു എങ്കിൽ ഈ ശനിയുടെ 11ാം ഭാവം എന്ന് പറയുന്ന ലാഭസ്ഥാനവും അതുപോലെ തന്നെ ഗുരുവിൻ്റെ 2ാം സ്ഥാനം എന്ന് പറയുന്ന ധനസ്ഥാനവും കൊണ്ട് കുറച്ചുകൂടെ നേട്ടങ്ങൾ സമ്പാദിക്കാമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു തടസ്സം നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഗുരുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഗുണം അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമാണ് ഇവിടെ പറയേണ്ടത്. അപ്പോൾ ഈ ശനിയും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെയും നിൽപ്പ് വളരെ അനുകൂലമാണ്. എന്നാൽ 10ൽ നിൽക്കുന്ന രാഹു കർമ്മസ്ഥാനത്താണ്. രാഹു നമുക്കറിയാം വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ഇതിൽ രാഹു എന്ന് പറയുന്ന കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ചില തടസ്സങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തൊഴിൽ മേഖലയിൽ ഒരല്പം മന്ദത, അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ സമയനഷ്ടം, അതുപോലെ തന്നെ മേലധികാരികളുടെ അപ്രീതികൾക്ക് പാത്രമാവുക. അപ്പോൾ അതങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു മുൻകരുതൽ എടുക്കേണ്ടത്
നമ്മുടെ കർമ്മ മേഖലയിൽ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ കുറച്ചുകൂടെ നമ്മൾ സധൈര്യം അല്ലെങ്കിൽ ഒരു ഉൾക്കരത്തോടു കൂടി പെരുമാറേണ്ടത് ഈ സമയത്ത് അത്യാവശ്യമാണ്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പം രാഹുവിൻ്റെ ആ ഒരു സംഭവം നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് പരിഹാരമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കർമ്മസ്ഥാനത്ത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അതിനൊരു മുൻകരുതലായിട്ട് അതിൻ്റെ വരും വരായികയെ ഒന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളൊന്ന് ലഘൂകരിച്ച് നമുക്കൊണ്ട് പോകാം എന്ന് പറഞ്ഞ് വലിയ സീരിയസ് പ്രശ്നങ്ങളൊന്നുമല്ല. കാരണം മറ്റ് ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കർമ്മസ്ഥാനത്തുള്ള ഈ രാഹുവിൻ്റെ നിൽപ്പ് ഒരല്പം തടസ്സവും അതോടൊപ്പം തന്നെ മന്ദതയും ഉണ്ടാക്കുമെന്നുള്ളതിൽ കഴിഞ്ഞ് നമുക്ക് വളരെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകില്ല. പിന്നെ പൊതുവെ ഈ രാശിയുടെ ഒരു പ്രത്യേകത, ഈ നാളുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർക്ക് ഈ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ദൈവാധീനം കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. ഒപ്പം തന്നെ കുറച്ച് സമാധാനമൊക്കെ കിട്ടുകയാണ്. സന്താനങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്ന ഒരു സമയമാണ് ഈ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളെന്ന് പറയുന്നത്. പക്ഷെ എങ്കിലും ഇവർക്ക് അല്പം കഫജന്യ രോഗങ്ങൾ, അലർജി രോഗങ്ങളൊക്കെ ഇവരിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. അതൊരു കാലാവസ്ഥയുടെ പ്രശ്നമുണ്ട്. ഇവരുടെ സമയത്തിന്റെ പ്രശ്നം കൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചില അലട്ടലുകൾ ഉണ്ടാവാം. ഇനി ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലൊക്കെ കുടുംബത്തിൽ ചില മംഗള കാര്യങ്ങൾ നടക്കാനും നഷ്ടപ്പെട്ടു പോയ സമ്പത്തുകൾ അല്പമൊക്കെ തിരിച്ചു കിട്ടാനുള്ളൊരു സാധ്യതയും, എന്നാൽ അതിന്റെ സ്ഥാനത്ത് തന്നെ നമുക്ക് അനാവശ്യമായി അല്പം പണം ചെലവാക്കേണ്ട ചില സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമ്മിശ്ര ഫലമാണ് ഈ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ ഉണ്ടാകുന്നത്. പക്ഷേ എങ്കിലും കഴിഞ്ഞു പോയ കാലങ്ങളെ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടോ വലിയ പ്രശ്നങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കേസല്ല. കാരണം വ്യാഴത്തിന്റെ അനുഗ്രഹവും അതുപോലെ തന്നെ ശനിയുടെ നല്ല സ്ഥാനത്തുള്ള നിൽപ്പും ഒക്കെ നമ്മൾ ഈ നാളുകാരെ വളരെയേറെ ഗുണം ചെയ്യുകയും വളരെ നന്മകൾ പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന സംഭവമാണ്. പിന്നെ ചില്ലറ അസ്വസ്ഥതകൾ നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവാം. അതൊക്കെ സ്വാഭാവികം മാത്രമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 12-19 വയസ്സ് വരെ ഇവർക്ക് കുറേ ഗുണദോഷ സമ്മിശ്രമാണ്. 20-38 വയസ്സുവരെയാണ് ഇവർക്ക് സാമാന്യം ഒരു നല്ല ഫലങ്ങളൊക്കെ കിട്ടിത്തുടങ്ങുന്നത്. 38-നും 57-നും വയസ്സിനിടയ്ക്ക് വെച്ച് ഇവരുടെ ജീവിതത്തിൽ കുറേ ശാന്തതയും സമാധാനമൊക്കെ നന്നായിട്ട് വരുമെങ്കിലും സാമ്പത്തികമായി അല്പം ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയമാണ്. സാമ്പത്തികം കുറയുന്നൊരു സമയമാണ് ഈ 38-നും 57-നും ഇടയ്ക്കുള്ള ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി നല്ല നേട്ടമുണ്ടാകുന്നൊരു സമയമെന്ന് പറയുന്നത് ഈ 57 വയസ്സിന് ശേഷമാണ്. അപ്പം അത് ഇവരെ സംബന്ധിച്ച് പൊതുവായിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ ഈ പറയുന്നത്. അങ്ങനെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ അത്ര വല്ല മോശമല്ലാത്ത ഒരു നാളുകാരാണ് ഈ കാർത്തിക നാള് എന്ന് പറയുന്നത്. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അത്രയധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അനുഭവിച്ചതിൻ്റെ ഒരംശം പോലും ഇനി അനുഭവിക്കാനില്ലാതെ ഒരല്പം സമാധാനമായിട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ വർഷം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റുന്നതിന് വേണ്ടി, ദോഷം കുറയ്ക്കുന്നതിന് വേണ്ടി ശിവക്ഷേത്രത്തിൽ നിത്യദർശനം നടത്തുക, ശിവധാര, അതുപോലെ തന്നെ ശിവപൂജ ഒക്കെ നടത്തി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചുകൂടെ ദൈവീകമുണ്ടാക്കി ഇത് നമുക്ക് അനുഭവിക്കാൻ സാധ്യതയുള്ള ദോഷങ്ങളെ ഒന്ന് ലഘൂകരിക്കാൻ ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.